സ്മാർട്ട് പി സിയിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് റിവിഷൻ 3. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതും അതുപോലെ ISR ആയിട്ട് ബന്ധപ്പെട്ടതുമായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. 30 ചോദ്യങ്ങളുണ്ട്. എൻ്റെ കൂടെ കട്ടയ്ക്ക് ചെയ്യുക. വീഡിയോ കണ്ട് കഴിയണതും ഈ സാധനം പഠിച്ചിരിക്കണം. ഓക്കെ, പഠിച്ചോ ഇല്ല എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. പിന്നെ താല്പര്യമുണ്ടെങ്കിൽ എത്ര മാർക്ക് ഉണ്ടെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. നിർബന്ധിക്കണമെന്നില്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ കൂടുതലൊന്നും പറയില്ല, ആരംഭിക്കാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. 2024 ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്തെന്നാണ് ചോദ്യം. ഈ ലോക മനുഷ്യാവകാശ ദിനം ഏതെന്നറിയാവോ? ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം. 2024 ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. ഓക്കെ, ഇങ്ങനെ എഴുതാം കേട്ടോ. അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. ഇങ്ങനെയായിരുന്നു 2024 ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം. അടുത്ത് 2025 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്താണ് ചോദ്യം. ക്യാൻസർ ദിനം നിങ്ങൾക്ക് അറിയായിരിക്കും, ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. 2025 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ്. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ് 2025 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ്. 2022 മുതൽ 2024 വരെ ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നായിരുന്നു. 2025 യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ്. ഇത് 2027 വരെയും യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നായിരിക്കും അതിൻ്റെ ഒരു തീം വരുന്നത്. പാരീസ് ഒളിമ്പിക്സ് മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനം ആരാണ് കുട്ടികളെ? അമേരിക്കയാണ് ഒന്നാം സ്ഥാനം. അമേരിക്കയ്ക്ക് 40 സ്വർണ്ണ മെഡല്, 44 വെള്ളി മെഡല്, 42 വെങ്കല മെഡല്. ടോട്ടൽ 126 മെഡലാണ് അമേരിക്കയ്ക്ക് ലഭിച്ചത് കേട്ടോ. 126 മെഡലാണ് അമേരിക്കയ്ക്ക് ലഭിച്ചത്. 40 സ്വർണം, 44 വെള്ളി, 42 വെങ്കലം. ടോട്ടൽ 126. രണ്ടാം സ്ഥാനത്ത് ചൈനയാണ്. ചൈനയ്ക്കും 40 സ്വർണ്ണമാണ്. ഇത് നമുക്ക് ചോദിച്ചു, പ്രീവിയസ് ചോദ്യമാണ്. ചൈനയ്ക്കും 40 സ്വർണ്ണമാണ്. 27 വെള്ളി, 24 വെങ്കലം. ടോട്ടൽ 91 മെഡലാണ് ആർക്ക് കിട്ടിയത്? ചൈനയ്ക്ക് കിട്ടിയത്. രണ്ടാം സ്ഥാനത്ത് ചൈനയാണ്. 40 സ്വർണം, 27 വെള്ളിയും 24 വെങ്കലവും. ടോട്ടൽ 91. അടുത്ത മൂന്നാം സ്ഥാനത്ത് ജപ്പാനാണ് മൂന്നാം സ്ഥാനത്ത്. ജപ്പാൻ ലഭിച്ചത് 20 സ്വർണമാണ്. 20 സ്വർണവും 12 വെള്ളിയും 13 വെങ്കലവും കൂടെ ചേർത്തിട്ട് 45 മെഡലാണ് ആർക്ക് ലഭിച്ചത്? 45 മെഡലാണ് ജപ്പാൻ ലഭിച്ചത്. ഓക്കെ, അപ്പോഴും ഓർക്കുക, അമേരിക്ക 40 സ്വർണം, 44 വെള്ളി, 42 വെങ്കലം. ടോട്ടൽ 126. ചൈന 40 സ്വർണം, 27 വെള്ളി, 24 വെങ്കലം. ടോട്ടൽ 91. ജപ്പാൻ മൂന്നാം സ്ഥാനം, 20 സ്വർണം, 12 വെള്ളി, 13 വെങ്കലം. ടോട്ടൽ 45. ഇന്ത്യ 71 സ്ഥാനത്തായിരുന്നു. ഇന്ത്യക്ക് ഒരു വെള്ളിയും അതുപോലെ തന്നെ 5 വെങ്കലവും ഉൾപ്പെടെ ടോട്ടൽ 6 മെഡലാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ഓക്കെ, അടുത്ത് 2025 ജനുവരിയിൽ 215ാമത് വാർഷികം ആഘോഷിച്ച ചരിത്ര സംഭവം ഏതാണ്? 215ാമത് വാർഷികം 2025 വരണമെങ്കിൽ ആ സംഭവം ഉണ്ടായത് 1809 അപ്പൊ 1809 ജനുവരിയിൽ ഉണ്ടായ സംഭവമാണ് കുണ്ടറ വിളംബരം. ഏതാ കുട്ടികളെ? കുണ്ടറ വിളംബരമാണ്. കുണ്ടറ വിളംബരത്തിന്റെ 215ാമത് വാർഷികമാണ് 2025 ജനുവരിയിൽ നമ്മൾ ആഘോഷിച്ചത് കേട്ടോ. ഓക്കെ, അപ്പൊ കുണ്ടറ വിളംബരം 1809 ജനുവരിയിലാണ്. അടുത്ത് നിലവിലെ ബാങ്ക് റേറ്റ് എത്രയാണ്? നമുക്ക് ഈ ബാങ്ക് റേറ്റ്, അതുപോലെ MSF മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, CRR അതായത് ക്യാഷ് റിസർവ് റേഷ്യോ, അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ചോദിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്നത് ഇതിൽ ഏതാണ് നിലവിൽ കൂടുതൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ചേരുംപടി ചേർക്കാനോ അല്ലെങ്കിൽ തെറ്റായത് ഏത്, ആ രീതിയിൽ ചോദിക്കും. സോ പഠിച്ചിരിക്കുക. ബാങ്ക് റേറ്റ് ഇതൊക്കെ എന്താണെന്ന് എൻ്റെ മുന്നോട്ടുള്ള ക്ലാസ്സുകളിലുണ്ട്. നിങ്ങളത് കണ്ടു നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നമ്മുടെ ഈ 10th മെയിൻസ് ആ ഒരു പ്ലേലിസ്റ്റിനകത്ത് ഇതെല്ലാം കിടപ്പുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ വർക്കൗട്ടിൽ ഞാനിതൊക്കെ പറയുന്നുണ്ട്. കറണ്ട് ബാങ്ക് റേറ്റ് എത്ര ഇട്ട് കഴിഞ്ഞാൽ പിള്ളേരെ 6.25% ബാങ്ക് റേറ്റ് കേട്ടോ.
6.25% ബാങ്ക് റേറ്റ്. MSF മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് എത്രയെന്ന് വെച്ചാൽ അതും 6.25%. 6.25% MSF. റിപ്പോ റേറ്റ് എത്രയെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഏപ്രിലിൽ നിങ്ങൾ അറിഞ്ഞു കാണും റിപ്പോ റേറ്റ് കുറച്ചത്. റിപ്പോ റേറ്റ് എത്രയാണ് കുട്ടികളെ? 6.25 ആയിരുന്നത് ഇപ്പോൾ എത്രയായി മാറി? 6 മാറി. അടുത്ത് റിവേഴ്സ് റിപ്പോ റേറ്റ്. റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35%. 3.35% റിവേഴ്സ് റിപ്പോ റേറ്റ്. അടുത്ത് ക്യാഷ് റിസർവ് റേഷ്യോ, CRR എന്ന് പറയും. ക്യാഷ് റിസർവ് റേഷ്യോ 4%. 4% ക്യാഷ് റിസർവ് റേഷ്യോ. SLR എന്ന് വെച്ചാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ്. അത് 18%. അത് 18%. ഓക്കെ, ഇത് പഠിക്കുക. ഇതുപോലെ തന്നെ എഴുതിയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഇനിയിപ്പം ഈ മാസം പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആകും. ഓക്കെ, ശരി. അപ്പം ഈ ഒരു ഏപ്രിലാണ് ഇതൊരു മാറ്റം വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏപ്രിൽ മെയ് മാസമല്ലേ പരീക്ഷ, ചിലപ്പോൾ കയറി ചോദിക്കാം. ഒരു മാസം വരെയുള്ളതൊക്കെ PSC എന്ത് ചെയ്യാറുണ്ട്? ഒരു മാസമല്ല, ഒരു 30 ദിവസത്തിനകത്തുള്ളത് വരെ, അതായത് പരീക്ഷ നടക്കുന്ന തീയതിക്ക് 30 ദിവസത്തിനകത്തുള്ളത് വരെ സംഭവം ചോദിക്കാറുണ്ട് PSC. സോ അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ 2024 ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ എന്നായിരുന്നു. 2025 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം ഫെബ്രുവരി 4 ക്യാൻസർ ദിനം യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നായിരുന്നു. പാരീസ് ഒളിമ്പിക്സ് മെഡൽ പട്ടികയിൽ 1-ാം സ്ഥാനം അമേരിക്ക. 1-ാം സ്ഥാനം. 40 സ്വർണം, 44 വെള്ളി, 42 വെങ്കലം, ടോട്ടൽ 126 മെഡല്. 2-ാം സ്ഥാനം ചൈനയായിരുന്നു. 40 സ്വർണം തന്നെയാണ് ചൈനയ്ക്കും. 27 വെള്ളിയും 24 വെങ്കലവുമാണ് ചൈനയ്ക്ക് ലഭിച്ചത്, ടോട്ടൽ 91. 3-ാം സ്ഥാനം ജപ്പാനായിരുന്നു. 20 സ്വർണം, 12 വെള്ളി, 13 വെങ്കലം, ടോട്ടൽ 45. ഇന്ത്യ 71-ാം സ്ഥാനത്താണ്. 1 വെള്ളിയും 5 വെങ്കലവും ചേർത്തിട്ട് 6 മെഡലാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ഇനി 2025 ജനുവരിയിൽ 215ാമത് വാർഷികം ആഘോഷിച്ച സംഭവം അത് കുണ്ടറ വിളംബരമാണ്. കുണ്ടറ വിളംബരം 1809 ജനുവരിയിലാണ് കുണ്ടറ വിളംബരം സംഭവിച്ചത്. നിലവിലെ ബാങ്ക് റേറ്റ് 6.25%. നിലവിലെ MSF അല്ലെങ്കിൽ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് 6.25%. നിലവിലെ റിപ്പോ റേറ്റ് 6%. റിവേഴ്സ് റിപ്പോ 3.35%. CRR ക്യാഷ് റിസർവ് റേഷ്യോ 4%. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ 18%. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. 2025 ജനുവരിയിൽ അന്തരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭ്യമാക്കിയ സസ്യശാസ്ത്രജ്ഞന്റെ പേരെന്തെന്നാണ് ചോദ്യം. ഓക്കെ, പിള്ളേരെ നമുക്കറിയാം ഹോർത്തൂസ് മലബാറിക്കസ് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷയിലാണ് എഴുതപ്പെട്ടത്. ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എഴുതിപ്പെട്ടത്. അപ്പൊ അത് മലയാളത്തിലും ഇംഗ്ലീഷിലേക്കും മാറ്റിയ ഒരു ബൊട്ടാണിസ്റ്റ് ഉണ്ട്, അതായത് ഒരു സസ്യശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് KS മണിലാൽ. KS മണിലാൽ, ഈ പേര് നിങ്ങൾ കേട്ട് കാണാം. KS മണിലാലാണ്. അപ്പൊ അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം 2025 ജനുവരിയിൽ നിർഭാഗ്യവശാൽ എന്ത് ചെയ്തു? അന്തരിച്ചു. ഓക്കെ, കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ എന്നാണ് മുഴുവൻ പേര്. കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ എന്നാണ് മുഴുവൻ പേര്. ഈ വ്യക്തിക്ക് 2019 ഇദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. പത്മശ്രീ പുരസ്കാരം 2019 നമ്മളെ KS മണിലാലിന് ലഭിച്ചു. ഓക്കെ, ക്ലിയർ ആണ്, ഓർത്തിരിക്കുക. കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ. അടുത്ത കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരം എഴുതിയത് ആരാണ്? T. പത്മനാഭനാണ്. കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരം എഴുതിയ ആരാണ് കുട്ടികളെ? T. പത്മനാഭനാണ്. എല്ലാ വീടുകളിലും കുടിവെള്ള ടാപ്പ് ലഭ്യമാക്കിയ കേരളത്തിലെ ആദ്യ നഗരസഭ ഏതാണ്? അതായത് ആവശ്യമുള്ള എല്ലാ വീടുകളിലും കുടിവെള്ള ടാപ്പ് ലഭ്യമാക്കിയ കേരളത്തിലെ ആദ്യ നഗരസഭ പരവൂർ നഗരസഭയാണ്. പരവൂർ നഗരസഭയാണ് എല്ലാ വീടുകളിലും കുടിവെള്ള ടാപ്പ് ലഭ്യമാക്കിയ കേരളത്തിലെ ആദ്യ നഗരസഭ. അടുത്ത് SNG ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ. SNG എന്ന് വെച്ചാൽ ശ്രീ നാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വൈസ് ചാൻസലർ ആരാ കുട്ടികളെ? VP ജഗതി രാജാണ്. VP ജഗതി രാജാണ് SNG ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വൈസ് ചാൻസലർ. അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വൈസ് ചാൻസലർ. നിങ്ങൾക്ക് കമന്റ് ചെയ്യാനൊരു ചോദ്യം തരയണേ. ഓക്കെ, ആരാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ? ഓക്കെ, കമന്റ് ചെയ്യണേ, മറക്കല്ലേ. അംഗൻവാടികൾ വഴി കുട്ടികൾക്ക് പാലും മുട്ടയും വിതരണം ചെയ്യുന്ന പദ്ധതിയാണ്. പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. പോഷക ബാല്യം പദ്ധതി. അംഗൻവാടികൾ വഴി കുട്ടികൾക്ക് പാലും മുട്ടയും വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് പോഷക ബാല്യം പദ്ധതി. സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണ സോഫ്റ്റ്വെയർ. ഇതൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യമല്ല, പക്ഷേ ഇത് സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പരീക്ഷയ്ക്ക് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു
ഈ ഒരു സോഫ്റ്റ്വെയർ റീസെൻ്റ് ആയിട്ട് നടന്ന ഓൺലൈൻ എക്സാംസിനൊക്കെ ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. നിങ്ങൾക്കും ചോദിക്കും. പിള്ളേരെ സ്പാർക്ക് എന്നാണ് എൻ്റെ പേര്. സ്പാർക്ക് എന്നതാണ് നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണ സോഫ്റ്റ്വെയറിൻ്റെ പേര് സ്പാർക്ക് എന്നാണ്. അടുത്ത KSEBയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഒരുമ എന്നാണ്. ഒരുമ എന്നാണ് KSEBയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ പേര്. ഒരുമ എന്നാണ് KSEBയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ പേര്. അടുത്ത് നിലവിലെ സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വാട്ട് ഈസ് ഡീലിമിറ്റേഷൻ? നമുക്കറിയാം, നമ്മുടെ ഈ നിയോജക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ഷൻ നടക്കുന്ന മണ്ഡലങ്ങളിൽ അതിൻ്റെ അതിർത്തി നിർണ്ണയിക്കുന്നതും സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതും എല്ലാം ആരാണ്? ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് അല്ലേ? ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. അതിനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷൻ ഇല്ല, അത് തീരുമാനിക്കുന്നത് ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ വർഷം പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ അതിർത്തി പുനർനിർണ്ണയം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന ഡീലിമിറ്റേഷൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണ്. സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ, ആരാണോ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹം തന്നെയാണ് A. ഷാജഹാൻ. ആരാണ് കുട്ടികളെ? A. ഷാജഹാൻ തന്നെയാണ് നിലവിലെ സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ. ഇതിൻ്റെ മലയാളം ചോദിക്കുകയാണെങ്കിൽ അതിർത്തി പുനർനിർണയ കമ്മീഷൻ. എന്താ കുട്ടികളെ? അതിർത്തി പുനർനിർണയ കമ്മീഷൻ ചെയർമാൻ ആരാണ്? A. ഷാജഹാനാണ്. അടുത്ത് V. ഗീത ഏത് സംസ്ഥാന കമ്മീഷനിലെ പുതിയ അംഗമെന്നാണ് ചോദ്യം. പിള്ളേരെ, സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ്. അതായത് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ പുതിയ അംഗമാണ് P. ഗീത. നമുക്കറിയാം 3 അംഗ സമിതിയാണ് അല്ലെ? 3 അംഗ സമിതിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ആരാണ് ചെയർമാൻ കുട്ടികളെ? അലക്സാണ്ടർ തോമസ് ആണ് അല്ലേ? അലക്സാണ്ടർ തോമസ് ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആണ് കുട്ടികളെ. അലക്സാണ്ടർ തോമസ് ആണ്. 3 അംഗങ്ങളിൽ ഒരാളുടെ പേര് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടി, V. ഗീത. ചെയർമാന്റെ പേര് കിട്ടി അലക്സാണ്ടർ തോമസ്. ഇനി രണ്ടാമത്തെ അംഗം അല്ലെങ്കിൽ ജുഡീഷ്യൽ മെമ്പർ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ, ജുഡീഷ്യൽ മെമ്പർ K. ബൈജുനാഥ് ആണ് മറ്റൊരു അംഗം. ക്ലിയർ ആണല്ലോ? അപ്പോൾ അലക്സാണ്ടർ തോമസ്, K. ബൈജുനാഥ്, V. ഗീത. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞാൽ മതി. അലക്സാണ്ടർ തോമസ്, K. ബൈജുനാഥ്, V. ഗീത. ക്ലിയർ ആണല്ലോ? ഓക്കെ. അയ്യോ, ഒന്നുകൂടെ പറഞ്ഞില്ലല്ലോ. ഓക്കെ, ഒന്നുകൂടെ പറയുമ്പോഴേ സെറ്റാക്കിക്കോണം കേട്ടാ. ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് പറയുമ്പോഴേ 2025 ജനുവരിയിൽ അന്തരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭ്യമാക്കിയ സസ്യശാസ്ത്രജ്ഞൻ KS മണിലാൽ 2019 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരം എഴുതിയത് T. പത്മനാഭനാണ്. എല്ലാ വീടുകളിലും കുടിവെള്ള ടാപ്പ് ലഭ്യമാക്കിയ കേരളത്തിലെ ആദ്യ നഗരസഭ പരവൂരാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വൈസ് ചാൻസലർ VP ജഗതിരാജ്. അംഗൻവാടികൾ വഴി കുട്ടികൾക്ക് പാലും മുട്ടയും വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് പോഷക ബാല്യം. സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണ സോഫ്റ്റ്വെയറിൻ്റെ പേര് സ്പാർക്ക് എന്നാണ്. KSEBയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ പേര് ഒരുമ എന്നാണ്. നിലവിലെ സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ A. ഷാജഹാനാണ്. V. ഗീത ഏത് സംസ്ഥാന കമ്മീഷനിലെ പുതിയ അംഗമാണെന്ന് കേട്ട് കഴിഞ്ഞാൽ, സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ പുതിയ അംഗമാണ്. അതിൻ്റെ ചെയർമാൻ അലക്സാണ്ടർ തോമസ്. മറ്റൊരു അംഗം ആരാണ് കുട്ടികളെ? K. ബൈജുനാഥാണ് മറ്റൊരു അംഗം. ഓക്കെ, ശരി. നമുക്കിനി അടുത്ത ചോദ്യങ്ങൾ നോക്കാം. സംസ്ഥാന യുവജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ് കുട്ടികളെ? യുവജന കമ്മീഷന്റെ ചെയർമാൻ M. ഷാജറാണ് കേട്ടോ. M. ഷാജറാണ് സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ. M. ഷാജറാണ്. ആ പേരൊന്ന് പഠിച്ചോണം. കഴിഞ്ഞ ട്രിവാൻഡ്രം LDക്കൊക്കെ ചോദിച്ചതാണ്. സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണ്? M. ഷാജറാണ്. അടുത്ത വീണ്ടും ഒരു സോഫ്റ്റ്വെയർ ആണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച സോഫ്റ്റ്വെയറിന്റെ പേരെന്താണ്? പിള്ളേരെ K. സ്മാർട്ട് എന്നാണ് കേട്ടോ. K. സ്മാർട്ട് എന്നാണ് ആ സോഫ്റ്റ്വെയറിന്റെ പേര്. K. സ്മാർട്ട് ആരംഭിച്ചത് 2024 ജനുവരി 1 മുതലാണ് കേട്ടോ. അതായത് കഴിഞ്ഞ വർഷം 2024 ജനുവരി 1 മുതലാണ് ഈ K. സ്മാർട്ട് എന്ന സോഫ്റ്റ്വെയർ എന്ത് ചെയ്തത്? ആരംഭിച്ചത്. നിലവിലെ ആസാം മുഖ്യമന്ത്രി PSCക്ക് ഇഷ്ടപ്പെട്ടൊരു ചോദ്യമാണ്. ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് ആസാം മുഖ്യമന്ത്രി. നിലവിലെ ആസാം മുഖ്യമന്ത്രിയുടെ പേര് ഹിമന്ത ബിശ്വ ശർമ്മ എന്നാണ് നിലവിലെ ആസാം മുഖ്യമന്ത്രിയുടെ പേര്. ഓക്കെ. നിലവിലെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയുടെ പേര് ഒമർ അബ്ദുള്ള എന്നാണ്. നിലവിലെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയുടെ പേര് ഒമർ അബ്ദുള്ള എന്നാണ് കേട്ടോ. ഓക്കെ. അപ്പം ഇത് പുതുതായിട്ട് വന്ന അപ്പോയിൻമെന്റ് ആയതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പുതുതായിട്ട് വന്ന മുഖ്യമന്ത്രിയല്ലേ ഒമർ അബ്ദുള്ള. അതുമല്ല, ഈ ഇത്രയും പ്രശ്നങ്ങൾ കാശ്മീരായിട്ട് ബന്ധപ്പെട്ട് നടക്കില്ലേ. സോ ഓർത്തിരിക്കുക, ഒമർ അബ്ദുള്ളയാണ് പുതിയ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി.
അടുത്ത നിലവിൽ ഡൽഹി മുഖ്യമന്ത്രി, അതും ഒരുപാട് വാർത്തകളിൽ നിറഞ്ഞിരുന്ന ഒരു സംഭവമാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് മുതലുള്ള വാർത്തകളിൽ ഡൽഹി നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് അവിടെയും ചോദ്യം വരും. ഇവിടെ രേഖ ഗുപ്തയാണ് നിലവിലെ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയാണ് കേട്ടോ. അടുത്ത 2025 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്, 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് റിയോ ഡി ജനീറോ എവിടെയാ? റിയോ ഡി ജനീറോ ബ്രസീലാണ് അല്ലേ? ബ്രസീലാണ്. ഓക്കെ. 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്ന എവിടെ വെച്ചിട്ടാണ് പിള്ളേരെ? അത് കസാൻ റഷ്യയിലെ കസാനിൽ വെച്ചിട്ടായിരുന്നു 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത്. ഓക്കെ അല്ലേ? അടുത്ത ISROയുടെ 100ാമത്തെ ദൗത്യം, NBS-02. എന്താ കുട്ടികളെ? NBS-02 ആണ് ISROയുടെ 100ാമത്തെ ദൗത്യം. ഇതെന്ത് ഉപഗ്രഹമാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഗതി നിർണയ ഉപഗ്രഹം, അതായത് നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ്. ഏത് കുട്ടികളെ? NBS-02 നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ്. വിക്ഷേപിച്ചത് 2025 ജനുവരി 29 വിക്ഷേപിച്ചത്. 2025 ജനുവരി 29 വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം പഠിച്ചോണേ പിള്ളേരെ. GSLV F-15 ആണ് വിക്ഷേപണ വാഹനം. വിക്ഷേപണ വാഹനം. ഓക്കെ. വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് വിക്ഷേപിച്ചെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശ്രീഹരിക്കോട്ടയിൽ തന്നെയാണ് വിക്ഷേപിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ 2ാമത്തെ ലോഞ്ച് പാഡിൽ നിന്നാണ് വിക്ഷേപിച്ചത് കേട്ടോ. ഓക്കെ. ഇനി ഇതിന്റെ മിഷൻ ഡയറക്ടർ മലയാളിയാണ്. മിഷൻ ഡയറക്ടറുടെ പേര് തോമസ് കുര്യൻ എന്നാണ് ഇതിന്റെ മിഷൻ ഡയറക്ടറുടെ പേര്. ഓക്കെ. അപ്പൊ ഇത്രയും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരികയാണ്, കൂടെ പറഞ്ഞോണേ. അടുത്ത് സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജറാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച സോഫ്റ്റ്വെയർ ഏതാ കുട്ടികളെ? K-Smart ആണ്. 2024 ജനുവരി 1 മുതലാണ് പ്രവർത്തനം ആരംഭിച്ചത്. നിലവിലെ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് നിലവിലെ ആസാം മുഖ്യമന്ത്രി. നിലവിലെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ്. നിലവിലെ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയാണ്. 2025 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് 17ാമത് ബ്രിക്സ് ഉച്ചകോടി റിയോ ഡി ജനീറോ ബ്രസീൽ. 2024 16ാമത് ഉച്ചകോടി കസാൻ റഷ്യ. അടുത്ത് ISROയുടെ 100ാമത്തെ വിക്ഷേപണമാണ് NBS-02 ഗതി നിർണയ ഉപഗ്രഹമാണ്. 2025 ജനുവരി 29 വിക്ഷേപിച്ചു. GSLV F-15 ആയിരുന്നു വിക്ഷേപണ വാഹനം. വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ടയാണ്. തോമസ് കുര്യൻ ആയിരുന്നു മിഷൻ ഡയറക്ടർ. ഓക്കെ, ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അപാർ ID ആരംഭിച്ചത് ആർക്ക് വേണ്ടിയാണ്? വളരെ അപാർ ID ആരംഭിച്ചത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. നമ്മൾ ആധാറിന്റെ മോഡലിൽ ഒരു 12 അക്ക നമ്പർ, ഒരു യുണീക്ക് ID, ഒരു 12 അക്ക യുണീക്ക് ID ഈ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് നൽകുന്നതാണ് ഈ അപാർ എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ ഈ അപാർ ID വെച്ചിട്ടായിരുന്നു ഈ നീറ്റ് പരീക്ഷയ്ക്കൊക്കെ മസ്റ്റായിട്ടും ഈ അപാർ ID കാർഡ് ആവശ്യമായിരുന്നു കേട്ടോ. അപ്പൊ അപാറാണ് ഒരു ID-യുടെ പേര്. ആർക്കെന്നിട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ആരംഭിച്ചത്. 12 അക്ക നമ്പറാണ് ഉള്ളത്. ഓക്കെ, അപാറിന്റെ പൂർണ്ണരൂപം ചോദിക്കുകയാണെങ്കിൽ ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി. എന്നതാണ് അപാറിന്റെ പൂർണ്ണരൂപം. HMPV വൈറസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടെയെന്നാണ് ചോദ്യം. ചൈന കൊണ്ടുവന്ന പുതിയൊരു വൈറസ് ആയിരുന്നു HMPV വൈറസ്. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്നാണ് പൂർണ്ണരൂപം കേട്ടോ. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്നാണ് HMPVയുടെ പൂർണ്ണരൂപം. ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ബാംഗ്ലൂരിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. നിലവിലെ മൈക്രോസോഫ്റ്റ് CEO ആരാണ്? അതൊരു ഇന്ത്യൻ വംശജനാണ്. സത്യ നദല്ലേ ആണ് നിലവിലെ മൈക്രോസോഫ്റ്റ് CEO. സത്യനാരായണ നദലെ എന്നാണ് മുഴുവൻ പേര്. നമുക്ക് സത്യ നദലെ ഓർത്താൽ മതി, അതാണ് ചോദിക്കുന്നത്. അടുത്ത, രാജ്യത്തിന്റെ ഭൂപടം തെറ്റായി ചിത്രീകരിച്ചുള്ള ശിക്ഷ എന്താണ്? ഇപ്പൊ തന്നെ നമ്മുടെ പല ആൾക്കാരും ഈ നമ്മുടെ കാശ്മീർ നമുക്കില്ല എന്നുള്ള രീതിയിൽ, ഇന്ത്യക്ക് തലയില്ലാത്ത രീതിയിലൊക്കെ ഭൂപടം തെറ്റായി ചിത്രീകരിക്കാറുണ്ട്. അപ്പം അതിന് എതിരെയുള്ള ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം വരെ തടവാണ്. 6 മാസം വരെ തടവാണ് ഈ പറയുന്ന രാജ്യത്തിന്റെ ഭൂപടം തെറ്റായി ചിത്രീകരിച്ചാലുള്ള ശിക്ഷ. നമ്മുടെ ഭൂപടം, ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കാനുള്ള ഔദ്യോഗിക ഏജൻസി സർവേ ഓഫ് ഇന്ത്യയാണ് അല്ലേ? നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. സർവേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ് സർവേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. പിന്നെ ഇന്നലെ പഠിപ്പിച്ചതിലൊരു ഡൗട്ട് പിള്ളേരെ,
2023-24 62ാമത് സ്കൂൾ കലോത്സവം അതിൻ്റെ വേദി കണ്ണൂര്. അതിൻ്റെ വേദി കൊല്ലമായിരുന്നു. ഓക്കെ, ജേതാക്കള് കണ്ണൂര്. അതിൻ്റെ ജേതാക്കള് കണ്ണൂര് കേട്ടോ, കണ്ണൂര്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി 2024-25 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അതിൻ്റെ വേദി തിരുവനന്തപുരം. ഓക്കെ, ജേതാക്കള് തൃശ്ശൂർ കേട്ടോ. അപ്പൊ അത് ഓർത്തോണം. 63ാമത് തിരുവനന്തപുരം വേദി, തൃശ്ശൂരാണ് ജേതാക്കള്. 62ാമത് കൊല്ലം വേദി, കണ്ണൂരാണ് ജേതാക്കള്. ഓക്കെ അല്ലേ? അപ്പൊ 2023-24 അത് 24 ആദ്യമാണ് നടന്നത്. ഓക്കെ, ഈ 2024-25 ഇത് 25 ആദ്യം ജനുവരി മാസമാണ് നടന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിൽ പലർക്കും കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. സോ അതൊന്ന് ക്ലിയർ ചെയ്യുക. ഓക്കെ കുട്ടികൾ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും, മസ്റ്റായിട്ട് യൂസ്ഫുൾ ആവും. നല്ലപോലെ നിങ്ങൾ എഴുതി വായിച്ച് പഠിക്കുക. ലാസ്റ്റ് ചോദ്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഈ റിപ്പീറ്റ് ചെയ്ത് പറയണം, നിങ്ങൾക്ക് മണ്ടേ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അപാർ ID എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റഡ് പെർമനന്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുന്നതാണ് പൂർണ്ണരൂപം. ഓക്കെ, അത് ആരംഭിച്ചത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. 12 അക്ക നമ്പറാണ്. HMPV ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ബാംഗ്ലൂരിലാണ്. നിലവിലെ മൈക്രോസോഫ്റ്റ് CEO സത്യ നദല്ലേ. രാജ്യത്തിന്റെ ഭൂപടം തെറ്റായി ചിത്രീകരിച്ചാൽ ശിക്ഷ 6 മാസം വരെ തടവ്. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി, വീഡിയോ രാത്രി ആയിരിക്കും വരുന്നത്. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ കാണാം. ബൈ.